ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ മേക്കപ്പിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നു. എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് ഹെയറിൻ്റെ വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ ഹെയറിൻ്റെ അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റും മെഷീനറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഇടാം. കാരണം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ട് കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും. അപ്പോൾ 2 വീഡിയോ ആയിട്ടായിരിക്കും വരണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും താങ്ക് യു. ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളും ഞാൻ യൂസ് ചെയ്യുന്ന ക്രീമും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാറുള്ളത് പോലെ തന്നെ മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് നമുക്കൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തൊട്ട് പറയാം. നമ്മൾ ഡയറക്റ്റ് നമ്മൾ പോയിട്ട് വീഡിയോ ചെയ്യുന്നതിനേക്കാളും എപ്പോഴും നമ്മൾ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യം തൊട്ട് പറയാം. നമ്മൾ തലേദിവസം കസ്റ്റമറോട് വിളിച്ച് പറയാം. നമുക്ക് ഓൾറെഡി നമ്മുടെ ബ്രൈഡിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, നമ്പറും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ടാവും. ബ്രൈഡിനോട് പറയാം ഓയിൽ ഫ്രീ ആയിട്ട് വരണമെന്ന് പറയാം. ഒട്ടും ഹെയറിൽ ഓയിലോ കാര്യങ്ങളോ ഉണ്ടാവുന്നവരോട് പറയണം നല്ലതുപോലെ ഹെയർ വാഷ് ചെയ്ത് ഷാമ്പൂ വാഷ് ചെയ്ത് ഡബിൾ വാഷ് ചെയ്യാൻ പറയാം. 2 വട്ടം ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യാൻ പറയാം. ഒട്ടും ചിലർക്കൊക്കെ സ്കാൽപ്പിൽ നിന്ന് ഓയിൽ വരുന്നവരുണ്ട്. ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ ഇത് ഞാൻ ഷാമ്പു ഓയിൽ യൂസ് ചെയ്യാറ്. പക്ഷേ എനിക്ക് ഓട്ടോമാറ്റിക്കലി സ്കാൽപ്പിൽ നിന്ന് ഓയിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ തലേദിവസം എന്തായാലും ഷാമ്പു വാഷ് ചെയ്തിട്ട് വരാൻ പറയണം. അതുപോലെ അവർ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ തലയിൽ നമ്മൾ അവരോട് പറയണം ഓയിലോ സിറോ ഒന്നും യൂസ് ചെയ്യാതെ വരാൻ പറയണം. ചിലർ സിറോ യൂസ് ചെയ്യുന്നു, ഒന്നും യൂസ് ചെയ്യാതെ വരാൻ പറയാം. വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ ഹെയർ നമ്മൾ നല്ലതുപോലെ മൂസ് അപ്ലൈ ചെയ്തിട്ട്, മൂസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പല ബ്രാൻഡ്സിൻ്റെ മൂസ് അവൈലബിൾ ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഓസിസിൻ്റെ മൂസാണ് കേട്ടോ. ഇത് വന്നിട്ട് നമുക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈൽ വന്നിട്ട് നല്ലതുപോലെ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. ഇത് നല്ലതുപോലെ ഇത് വെച്ചിട്ട് നമ്മൾ ഹെയറിൽ ഇതുപോലെ പാഡിൽ കോമ്പ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. നോർമലി ഇങ്ങനെ തേച്ചിട്ട് നല്ലതുപോലെ കോമ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്ലോ ഡ്രൈ കൊടുക്കുക. ഇത് നമ്മൾ ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ ലാസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നോർമലി ഞാൻ യൂസ് ചെയ്യുന്ന മെഷീൻ വന്നിട്ട് ഐക്കോണിക്കിൻ്റെ ബ്ലോ ഡ്രൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഐക്കോണിക്കിൻ്റെ ഈ ഡ്രയറാണ്. ഇത് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ അവർക്കൊരു ബ്ലോ ഡ്രൈ കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അവർ വരുമ്പോൾ അവരുടെ ഹെയർ വന്നിട്ട് നല്ല ഇങ്ങനെ ബൗൺസി ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടും ഇത് ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള ബ്ലോ ഡ്രൈ മെഷീൻസ് യൂസ് ചെയ്യാം. ഐക്കോണിക്കോ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബ്രാൻഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത് ഐക്കോണിക്കിൻ്റെ 2500 വാട്ട്സിൻ്റെ ഈ മെഷീനാണ് യൂസ് ചെയ്യണം. നല്ല പവർ വരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനെ പതുക്കെ സൈഡാക്കിയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യണത് ഇതാണ് കേട്ടോ. അഗാരോ എന്ന് പറഞ്ഞിട്ടുള്ളതാ. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. 2000 ബിലോ റേഞ്ചിലാണ് നമുക്കിത് കിട്ടുന്നത്. പക്ഷെ നല്ല റിസൾട്ടാണ്. നമുക്ക് ഹാൻഡിൽ ചെയ്യാനും എളുപ്പമാണ്. നമ്മൾ ബ്ലോ ഡ്രൈ മെഷീൻ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഇത് കണ്ട ഒരു കോമ്പ് ടൈപ്പാണ് വരുന്നത്. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഹെയർ നല്ലതുപോലെ മൂസ് ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചെടുക്കും. ഇതിപ്പോൾ ഞാൻ മെഷീൻ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഓണാക്കാതെ ഞാൻ ചെയ്യുന്നത് കണ്ടോ. ഇങ്ങനെ നല്ലതുപോലെ ചെയ്യാം. അപ്പോൾ ഒന്ന് ഭയങ്കര ഇങ്ങനെ ഒതുങ്ങാതെ നിൽക്കുന്ന ഹെയറൊക്കെ ഒന്ന് ഒതുങ്ങുകയും ചെയ്യും. ചെറിയൊരു അയണിങ് എഫക്റ്റ് കിട്ടുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ നല്ലതുപോലെ ഏത് ഹെയർ ആണെങ്കിലും, ഇപ്പോൾ ട്രീറ്റഡ് ഹെയർ ആണെങ്കിൽ മാത്രം അയണർ അവോയ്ഡ് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യാത്തൊരു ഹെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലതുപോലെ അയൺ ചെയ്തിട്ട് വേണം ക്രിമ്പിങ് കൊടുക്കാൻ. പലരും ഡയറക്റ്റ് ക്രിമ്പിങ് യൂസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു റോങ് മെത്തേഡാണ്. നമ്മളൊരിക്കലും ഡയറക്റ്റ് പോയിട്ട് ക്രിമ്പർ വെക്കരുത്. ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ഹെയറിൽ വന്നിട്ട് ക്രിമ്പർ വെച്ചാൽ ഓക്കെയാണ്. അല്ലാത്ത ഹെയറിലൊന്നും പോയിട്ട് ഡയറക്റ്റ് ക്രിമ്പർ വെക്കരുത്. അയൺ മെഷീൻസ് യൂസ് ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണ ഐക്കോണിക്കിൻ്റെ തന്നെ 2 എണ്ണമാണ് കേട്ടോ. ഇതുപോലെ വലിയ പ്ലേറ്റ് ഉള്ളതും ഇത് വന്നിട്ട് ഇതിൻ്റെ പേര് വന്നിട്ട് പ്രോ ടൈറ്റാനിയം ഷൈനും. ഇതിപ്പോൾ നമുക്ക് ഒത്തിരി ഭയങ്കര കേളിയായിട്ടുള്ള ഹെയറും അതുപോലെ ഒത്തിരി ഹെയർ ഉള്ളവർക്കൊക്കെ വന്നിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ തന്നെ സ്ലിം ടൈറ്റാനിയം ഇതാണ് കുറച്ചും കൂടി മുടി കുറവുള്ളവർക്ക്. അപ്പോൾ എനിക്കൊക്കെ മുടി കുറവാണ്. കുറച്ചും കൂടി ഇതിനൊന്നും കൂടി അയൺ ചെയ്യാനായിട്ട് ഇങ്ങനെ എൻ്റെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇതുപോലെ തന്നെ നമ്മളിതിൻ്റെ ഹീറ്റ് ഇടുന്ന സമയത്ത് ഇതിന് ലാസ്റ്റ് വന്നിട്ട് 230 ഡിഗ്രി സെൽഷ്യസ് ആണ്.
ഒട്ടും മുടിയില്ലാത്തവർക്ക് വന്ന് നമ്മൾ ഈ 230°C ഇട്ടിട്ട് ഒരിക്കലും അയണിങ് കൊടുക്കരുത്. അവരുടെ സ്കാൽപ്പിൽ ചൂട് തട്ടും, പൊള്ളലേൽക്കും. അപ്പോൾ അവർക്കൊക്കെ വന്നിട്ട് 210 ആ ഡിഗ്രിയിൽ കൊടുക്കുക. ചൂട് നോക്കിയിട്ട് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് നോക്കാം. പിന്നെ ഇത് വന്നിട്ട് ഇതാ മിനി അയണറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലൊക്കെ ചെറിയൊരു ഇതുപോലെ ഇങ്ങനെ ഒരു ഇഴയൊക്കെ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം. ചെറിയ കേൾസിനൊക്കെ ഇത് യൂസ് ചെയ്യാം. ഒത്തിരി ബേബി ഹെയർസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ എനിക്കൊക്കെ വന്നിട്ട് അത്യാവശ്യം ബേബി ഹെയർസ് ഉണ്ട്. ഇതൊക്കെ വന്നിട്ട് നല്ല ഫിനിഷിങ് ചെയ്തെടുക്കാനായിട്ട് ഈ മിനി അയണർ യൂസ് ചെയ്യാം. അതിനുശേഷം വേണം നമ്മൾ ക്രിമ്പിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ക്രിമ്പർ വന്നിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് കണ്ടോ, ഭയങ്കര വലിയ പല്ല. ഇത് വെച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ, ഇപ്പം നമ്മളൊരു ഇഴ എടുത്തു, ഇതിങ്ങനെ ചെയ്തു. ഇതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടില്ല കേട്ടോ, ഹീറ്റർ ഓൺ ആക്കിയിട്ടില്ല. ഭയങ്കരമായിട്ട് ഇങ്ങനെ വേവി എടുത്ത് കാണിക്കും. ഫോട്ടോസിലേക്കൊക്കെ അതൊരു ഭംഗി കുറവായിരിക്കും. പക്ഷേ ഇത് നമുക്ക് വന്നിട്ട് ഒട്ടും ഹെയർ ഇല്ലാത്തവർക്ക് ഉള്ളിലത്തെ ഹെയറൊക്കെ നല്ലതുപോലെ ക്രിമ്പ് ചെയ്തെടുത്ത് കുറച്ചും കൂടി ഒരു വോളിയം ഫീൽ ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യും. ഞാൻ യൂസ് ചെയ്യുന്നത് ടൈറ്റാനിയം ക്രിമ്പറാണ്. ഞാനത് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് കേൾസാണ്. കേൾ ഞാൻ യൂസ് ചെയ്യുന്ന മെഷീനറീസ് കേട്ടോ. ഫസ്റ്റ് വൺ വന്നിട്ട് ഒത്തിരി ഹെയർസ് ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് വന്നിട്ട് CT28. ഒത്തിരി നല്ലോണം തിക്ക് ഹെയർ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. ഇതിൻ്റെ യൂസ് ചെയ്യണ മെത്തേഡൊക്കെ ഞാൻ ചെയ്യുന്ന ടൈമിൽ പറഞ്ഞുതരാം. ദെൻ വന്നിട്ട് അതിൻ്റെ നെക്സ്റ്റ് സൈസ് വന്നിട്ട് CT25. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ബ്രൈഡ്സിനും പോകും കേട്ടോ. ഇത് വന്നിട്ട് എല്ലാ ബ്രൈഡ്സിനും പോകുന്ന ഒരു സൈസാണ് CT25. പിന്നെ വന്നിട്ട് അതിനേക്കാളും ചെറുത് CT90. കുറച്ചും കൂടി ഒട്ടും മുടിയില്ലാത്തവർക്ക് കുറച്ച് കേൾസൊക്കെ കൊടുക്കണം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഇവിടെയൊക്കെ നമ്മൾ കേൾസ് ഇടുന്ന സമയത്തൊക്കെ ഈ കേൾസ് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. നല്ല ഇതും കൂടി ഇതുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മളുടെ കയ്യിൽ വേണ്ട ഒരാണ്, ഇപ്പോഴത്തെ ട്രെൻഡാണ് മാഗി കേളിങ്. അതിന് ഇത് മസ്റ്റാണ്, HW10. ഇത് മാഗി കേൾസ് ആവശ്യമുള്ളവർക്ക് ഐക്കോണിക്കിൻ്റെ HW10 യൂസ് ചെയ്യാം. ഇത് വന്നിട്ട് കേൾസിൻ്റെ ഒരു ഇത് വന്നിട്ട് മുകളിൽ കുറച്ച് ഒരു വലിയ റൗണ്ടും താഴേക്ക് വരുമ്പോൾ ചെറിയൊരു ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഈ ഒരു ടൈപ്പിൽ നമുക്ക് കിട്ടും കേൾസിൻ്റെ ആ ഒരു ഷേപ്പ് വന്നിട്ട്. ഇത് വന്നിട്ട് CT25. അപ്പോൾ ഇതൊന്നും വേണമെന്നില്ല, CT90 CT25 ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പ്രോഡക്റ്റുകൾ ഞാൻ കാണിച്ചു തന്നതാണ്. ദെൻ നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുന്ന ക്രീം അല്ലെങ്കിൽ സ്പ്രേകൾ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞത് മൂസ്. ഇതെല്ലാവരുടെ കയ്യിലും വേണ്ടതാണ്. നമ്മൾ ഹെയർ ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂസ് ഭയങ്കര ഒരു ആവശ്യമുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് ഓസിസിൻ്റെ ആണ് വന്നിട്ട്. ഇത് ഓസിസിൻ്റെ ഷൈൻ സ്പ്രേ. എല്ലാവർക്കും അറിയാം, നമ്മൾ വർക്കിംഗ് ടൈമിൽ നമ്മൾ ചെയ്യുന്ന ടൈമിൽ നമ്മൾ നല്ല ഷൈനിങ് കിട്ടാനും ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രാൻഡ്സ് ഒക്കെ വലിക്കുന്ന സമയത്ത് ഇതാണ് നമ്മൾ ചെയ്യുക. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടി അടിച്ചു കൊടുക്കുന്നതാണ് ടാഫ്റ്റിൻ്റെ 5 ഉണ്ട്, 6 ഉണ്ട്. ടാഫ്റ്റ് പറയുന്നത് 72 hours പവർ ഹോൾഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ടാഫ്റ്റിൻ്റെ ഇതാണ് നമ്മൾ സെറ്റിംഗ് സ്പ്രേ ആയിട്ട് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോൾഡിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ മെയിനായിട്ട് ചെയ്യുക, ബ്രൈഡ്സ് പോണ നേരത്തെ നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. കാരണം നമ്മുടെ ഓൺ ഹെയറിൽ ചെയ്യുന്ന കേൾസ് അധികം നേരം നിൽക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ എക്സ്റ്റൻഷൻ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ഹെയറിനെ ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സ്കഷ്കോഫിൻ്റെ ഈ പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള P പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യാറ്. 2000 ബിലോ റേഞ്ചാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇത് മാട്രിക്സ് ലോറിയലും ഇത് അവൈലബിൾ ആണ്. ഇതൊക്കെ കുറേ പേര് കണ്ടിട്ടുണ്ടോ. അപ്പോൾ അത് വാങ്ങാൻ പറ്റാത്തവരെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചാലും മതി കേട്ടോ. അപ്പോൾ അത്രയാണ് നമ്മുടെ ഹെയറിൻ്റെ സ്പ്രേകൾ വന്നിട്ട്. പിന്നെ ഇത് നമുക്ക് സ്കാൽപ്പ് വിസിബിൾ ആവുന്നവർക്ക് സ്കാൽപ്പ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അടിച്ചു കൊടുക്കുന്ന ലോറിയലിൻ്റെ ഇൻസ്റ്റൻറ്റ് റൂട്ട് കൺസീലർ സ്പ്രേ. ഇതും നമ്മുടെ കയ്യിലൊരെണ്ണം എന്തായാലും ആവശ്യമാണ്. കാരണം ഇതുപോലെ ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ റൂട്ട് ഇപ്പോൾ ഈ സ്കാൽപ്പ് കാണുമ്പോൾ അത് ഭയങ്കര വൃത്തികേടാണ് വരും. അപ്പോൾ നമ്മളിത് നല്ലതുപോലെ ഷെയ്ക്ക് ചെയ്യുക, സ്പ്രേ ചെയ്യുക. നമ്മൾ ബാക്ക് കോംബ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന പൗഡർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് വാക്സ് സ്റ്റിക്ക്. എല്ലാവർക്കും പ്രോഡക്റ്റുകളൊക്കെ അത്യാവശ്യം അറിയാം. സ്ലീക്ക് സ്റ്റൈലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് നല്ലപോലെ മുടിനെ ഇങ്ങനെ പതിപ്പിച്ച് നിർത്തണമെന്നൊക്കെ വരുന്നതാണെങ്കിൽ ഈ വാക്സിൻ്റെ സ്റ്റിക്ക് യൂസ് ചെയ്താൽ മതി. IKT എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡിൻ്റെ ആണ്. റേറ്റ് വന്നിട്ട്
കറക്റ്റ് ഇതിനകത്ത് കാണുന്നില്ല. ഇതൊക്കെ മിക്ക പ്രോഡക്റ്റും നൈക്കയിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ. ഇതിൽ അത്യാവശ്യം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഹെയർ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിനി ഹെയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാം. ഞാൻ ഡമ്മിയിലാണ് ചെയ്യുന്നത്. ഡമ്മി ഞാൻ ഓൾറെഡി ക്രിംപ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രിമ്പിങ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ സ്റ്റൈലിങ് ചെയ്യുന്നത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ക്രൗൺ ടു ക്രൗൺ മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ ലൂസ് കേൾസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ ഹെയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതൊക്കെ നമ്മൾ നോക്കി വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ബൺ സ്റ്റൈൽ ചെയ്യുന്നൊരു ക്ലയൻറ്റിന് വന്നിട്ട് നമ്മൾ ഫുൾ ഹെയർ ഒരിക്കലും ക്രിമ്പിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇയർ ടു ഇയർ ചെയ്താൽ മതി. ഇവിടെ നിന്നാണ് നമ്മൾ ക്രിമ്പിങ് സ്റ്റാർട്ട് ചെയ്യുക. എപ്പോഴും കുറേ പേര് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യും. അങ്ങനെയല്ല, നമ്മൾ റൂട്ടിൽ നിന്ന് ക്രിമ്പിങ് കൊടുക്കണം. ഇവിടെയൊക്കെ ചെയ്യുമ്പോൾ ഹെയർ 90 ഡിഗ്രിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ ക്രിമ്പിങ് കൊടുക്കുക. അപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു വോളിയം നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ആ ഒരു പഫ് കിട്ടുള്ളൂ. നമുക്കൊന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ക്രിമ്പിങ് ഒക്കെ ചെയ്തിട്ടുള്ള ഡമ്മിയിൽ ഞാൻ എങ്ങനെയാണ് ഹെയർ സ്റ്റൈലിങ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. നമ്മുടെ കസ്റ്റമറാണെന്ന് വിചാരിക്കുക. കസ്റ്റമർ വന്ന് ഇങ്ങനെ ഇരുത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ ഫേസിലോട്ട് ഏതാണ് സ്യൂട്ടാവണമെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്താ ഇങ്ങനെ പിടിച്ച് നോക്കുക. ഇത് അവർക്ക് ഫേസിന് സ്യൂട്ടാവേണ്ടത്. ഇങ്ങനെ കണ്ട ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ നമുക്ക് ഒരു സ്ട്രാൻസ് കിട്ടുന്നത് പോലെ ഇരിക്കും. ഇങ്ങനെയാണോ ഭംഗി? സൈഡ് കൊടുക്കണതാണോ ഭംഗി? ഇങ്ങനെ കൊടുക്കണതാണോ ഭംഗി? ഇങ്ങനെ കൊടുക്കണതാണോ ഭംഗി? ഇങ്ങനെ സെൻറ്ററാണോ? ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതിനുശേഷം ഞാൻ ഫുൾ ബാക്ക് ഒന്ന് കാണട്ടോ അതിന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്രിമ്പിങ് ചെയ്ത് കൊടുക്കുന്ന ഹെയറിനെ നമ്മൾ ഒന്ന് ഇതുപോലത്തെ ടീസിങ് ബ്രഷ് എന്ന് പറയും ഇതിന്, ടീസിങ് ബ്രഷ്. അത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ കോമ്പ് ചെയ്യുക. കാരണം ക്രിമ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് ഹെയർസ് അതിന് ഒരുമിച്ചായിട്ടുണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ വിടിക്കുക. എന്നാലും നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ഒരു സ്ട്രാൻസ് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുള്ളൂ. നല്ലതുപോലെ ആദ്യം ഈ ടീസിങ് ബ്രഷ് വെച്ചിട്ട് ഒന്ന് കോമ്പ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇതാ ഈ പാഡിൽ ബ്രഷ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ആദ്യം നമ്മളിങ്ങനെ ഓരോ ഹെയറും സ്പ്ലിറ്റ് ആവുന്ന രീതിയിൽ ഈരി കൊടുക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെയർസ് ഇതാണ് കേട്ടോ. വേണ്ട കണ്ടിട്ടുണ്ടാവും പല ഒരു ഇതിൽ. ഇതാ ഇങ്ങനെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാലും ഇങ്ങനെ കൊടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാലും നമുക്ക് സ്ട്രാൻസ് നല്ലതുപോലെ കിട്ടും. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, കണ്ടോ? അപ്പം അങ്ങനെയും കൊടുക്കാം, ഇങ്ങനെയും ചെയ്യാം. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാ ഇത് ടെയിൽ കോമ്പ്. ഇതിൻ്റെ സെൻറ്ററിലുള്ള ഇത് കണ്ടോ? ഇവിടെ ഇതാണ് നമുക്ക് വകച്ചിലെടുക്കാനുള്ള ഒരിത്. സെൻറ്റർ പാർട്ടീഷനൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് നോ സ്റ്റിപ്പ് നോക്കി ഇതുപോലെ ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങോട്ട് മാറ്റാം. ഡമ്മിയിൽ കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. ബാക്ക് കോമ്പിങ് ചെയ്തു, ബാക്കിലോട്ട് നമ്മൾ ഇട്ടു ഹെയർ. അപ്പോൾ അവിടെ വോയിസ് ബ്രേക്ക് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സ്റ്റീലിൻ്റെ ചെറിയൊരു ക്ലിപ്പ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്യും. നമ്മൾ സ്ലൈഡ് വെച്ചിട്ട് നമ്മൾ ലോക്ക് ചെയ്യുന്നതിനേക്കാളും മുന്നേ ഇത് വെച്ചിട്ടാണ് നമ്മൾ കുത്തി വയ്ക്കുക. അപ്പോഴാണ് നമുക്ക് സ്ട്രാൻഡ്സ് പുൾ ചെയ്യുമ്പോൾ നമുക്ക് നീറ്റായിട്ട് കിട്ടുള്ളൂ. നമ്മളിത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഇതുപോലെ 2 സ്ലൈഡ് വെച്ചിട്ട് നമ്മൾ ആദ്യം ബാക്കിൽ ഒന്ന് ഫിക്സ് ചെയ്യും. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ചെറിയ ലൈൻസായിട്ട് പുൾ ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മുടെ 2 ഫിംഗറിൻ്റെ ടിപ്പ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെറുതായിട്ട് ഒന്ന് പുൾ ചെയ്യണം. ഞാൻ ഒറ്റയ്ക്ക് ക്യാമറയും അതുപോലെ ചെയ്യുന്നതും എല്ലാം കൂടി ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് ക്യാമറയുടെ കുറച്ച് പൊസിഷൻ ചേഞ്ചിങ്ങും കുറച്ച് ബുദ്ധിമുട്ടുകൾ.
ഈ ഷൈൻ സ്പ്രേ നല്ലതുപോലെ ഇങ്ങനെ എടുത്ത് കൊടുത്തു. അതിന് ശേഷം നമ്മുടെ വിരലിൻ്റെ ഈ ടിപ്പ് കൊണ്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് വലിച്ചു. കണ്ടോ? ഇപ്പോൾ ക്യാമറയിൽ എത്രത്തോളം വിസിബിൾ ആവുന്നുള്ളൂ. ഈ ലൈറ്റ് വന്നപ്പോൾ ഓക്കെയാണ്, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇവിടെ നിന്ന് കാണുന്നുണ്ട്. കാണാം, ചെറിയൊരു സ്ട്രാൻസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് നോർമൽ ഒരു ബൺ സ്റ്റൈലാണ്. ഏറ്റവും ഈസി ആയിട്ട് ചെയ്യുന്ന ബൺ സ്റ്റൈലാണ് കേട്ടോ. ഇങ്ങനെ എടുത്തു. ഇതിപ്പോൾ നല്ല ഉള്ളുള്ള കാരണം നമുക്ക് ഇതിൽ തന്നെ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് ഹെയറിനെ ഇവിടെ ഒരു ബാൻഡ് ഇട്ട് കൊടുത്തു. നമ്മളിതിനെ നോർമൽ ഒരു അടച്ചിൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. സ്ട്രാൻസും കാര്യങ്ങളും കൊടുത്ത് ജസ്റ്റ് ഹെയർ കൊണ്ട് തന്നെ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ ബണ്ണോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ചെറിയ സമയത്ത് എൻ്റെ കൈ വന്ന് പെട്ടിട്ട് വീഡിയോ ഒന്നും ഇങ്ങനെ ഇതായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക, ഞാൻ അത് ഒറ്റയ്ക്ക് ചെയ്യുന്നതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. പിന്നെ ഡമ്മി ആയതിൻ്റെയും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ സ്ട്രാൻസ് ചെയ്യാനായിട്ട് നോക്കിയോളൂ. ചിലർ കോമ്പ് വെച്ചിട്ടൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാൾ ഈസിയാണ് ശരിക്കും ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.